ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് നമ്മൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോഡ്ബാൻഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റ് ഉപയോഗിച്ച് അറിയാൻ പറ്റും. അതായത് നമുക്ക് കസ്റ്റമേഴ്സിന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഉണ്ട് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മളെ ഏത് നെറ്റാണ് എടുത്തേക്കുന്നത്, എത്ര ഡാറ്റ പാക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ എത്ര നെറ്റ് ഉപയോഗിച്ചു, എത്ര നെറ്റ് ബാക്കിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്നാണ് നെറ്റ് കയറ്റിയത്, എന്ന് നെറ്റ് കഴിയും, പിന്നെ അതേപോലെ തന്നെ വേറെ ഏതൊക്കെ പ്ലാനുകളാണ് ഉള്ളത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിന് അറിയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ്, അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ജസ്റ്റ് ഒരു ലോഗിൻ ചെയ്ത് നമ്മുടെ സംഭവങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചു പോകുന്നത്. വീഡിയോ ചേർക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ നമ്മുടെ നമുക്ക് ഇതേ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കേരള വിഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ബ്രോഡ്ബാൻഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ എടുത്തതിന് ശേഷം കേരള വിഷൻ ISP എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. കേരള വിഷൻ ISP എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഫസ്റ്റ് തന്നെ കേരള വിഷൻ സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു പേജിൻ്റെ ഒരു വെബ്സൈറ്റ് വരും. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെബ് പേജ് ഇവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മുകളിൽ റീഡിഫൈൻ കണക്ടിവിറ്റി വിത്ത് കേരള വിഷൻ എന്ന് കാണാം. ഇവിടെ യൂസർ നെയിം, അതേപോലെ തന്നെ പാസ്വേഡ്, അല്ലെങ്കിൽ ജസ്റ്റ് മൊബൈൽ നമ്പർ, അങ്ങനെയൊക്കെ ലോഗിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി നമ്മുടെ ബ്രോഡ്ബാൻഡ് എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും. എൻ്റെയൊക്കെ യൂസർ നെയിമും പാസ്വേഡും സെയിം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് അടിച്ചു കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ജസ്റ്റ് ഇവിടെ ലോഗിൻ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഡാറ്റയുടെ പ്ലാനുകൾ, അതേപോലെ തന്നെ എൻ്റെ ഡാറ്റ എത്ര ബാക്കിയുണ്ട്, ഏത് ഡാറ്റയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുക, അതായത് ഞാൻ റീചാർജ് ചെയ്തേക്കണൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ മുകളിൽ ഏറ്റവും മുകളിൽ മൈ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കാണാം. FUP 50M 2000G എന്ന് പറഞ്ഞിട്ട് കാണാം. അതായത് ഫുള്ളി അൺലിമിറ്റഡ് പ്ലാൻ 50 MB/s 2000 GB, അതാണ് അത് ഷോർട്ടാക്കി കൊടുത്തേക്കുന്നതാണത്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് 74 GB ആണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. 2 TB ആണ് ടോട്ടലുള്ളത്. അതിൽ 74 GB യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 12 മാർച്ച് 2025 ഈ ഒരു പ്ലാൻ ഞാൻ ജസ്റ്റ് കയറ്റിയത്. അതായത് ഓരോ മാസമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ 10 ഏപ്രിൽ 2025 ആകുമ്പോൾ നമ്മുടെ നെറ്റ് കഴിയും. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അടിയിൽ സജസ്റ്റഡ് പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റും. അതായത് നമ്മുടെ പ്ലാനുകൾ, അതായത് നമ്മുടെ പുതിയ പുതിയ പ്ലാനുകൾ ഉള്ളതും അതിൻ്റെ ഡീറ്റെയിൽസ്, എത്ര നെറ്റ് കിട്ടും, എത്ര വാലിഡിറ്റി ഉണ്ട്, എത്ര സ്പീഡ് ഉണ്ട്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ അതിൻ്റെ വാല്യൂം സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മുകളിൽ പ്ലാൻ വാലിഡിറ്റി നേരത്തെ പോലെ തന്നെ 30 ഡേയ്സിൽ 13 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ യൂസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1.3 GB ഡൗൺലോഡ്, 1.44 GB ടോട്ടൽ യൂസേജ്, 99 MB അപ്ലോഡ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കിട്ടും. എല്ലാം നമ്മുടെ ലാസ്റ്റ് 7 ഡേയ്സിലത്തെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടിയിൽ റീചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെടുത്താൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും ഇതുവഴി തന്നെ. അതായത് കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ പ്ലാൻ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള എടുത്തതിന് ശേഷം റീചാർജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന പ്ലാനിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ മുകളിൽ കാണിക്കുന്നത്. ആക്റ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് 494.42 ടോട്ടൽ വരുന്നത്. GST സംഭവങ്ങളെല്ലാം ടാക്സ് ഇൻക്ലൂഡ് ആയിട്ട് 494.42 വരുന്നത്. പിന്നെ അതുപോലെ ഇതൊക്കെയാണ് വേറെ പ്ലാനുകളുള്ളത്. ഇഷ്ടംപോലെ പ്ലാനുകളുണ്ട്. അൺലിമിറ്റഡ് പ്ലാൻസ്, OTT പ്ലാൻസ്, ബൂസ്റ്റർ പ്ലാൻസ്, അങ്ങനെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാൻ ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അടിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ റീചാർജ് ചെയ്തത് നമ്മൾ ഏതൊക്കെ ചെയ്തതെന്ന് സംഭവങ്ങൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് എടുത്താൽ നമ്മൾ ഇതുവഴി ചെയ്ത റീചാർജസിൻ്റെ തന്നെ ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തത്. നമ്മളിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാനിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മോഡ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കാണാം. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 494 രൂപ 42 പൈസയാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് നമ്മുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വെബ്സൈറ്റ് എടുത്ത് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഏറ്റവും മുകളിൽ ലോഗ് ഔട്ട് ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ യെസ് അടിച്ചാൽ നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ആയി പോകും. അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. ഒരു വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.